നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷനാണ്. എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷനെ പറ്റിയിട്ട് അമേരിക്കൻ ലിറ്റററി സ്കോളറായിട്ടുള്ള ലോറൻസ് ബെർൽ വിശ്വസിച്ചിരുന്നത് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ പ്രകൃതിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള അപ്രോച്ചസിലൂടെയാണ്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള സമീപന രീതിയിലൂടെയാണെന്നാണ് പറയുന്നത്. ടിച്ചോ തോമസ് എന്നാണ് അതിനെ പറയുന്നത്. ഒന്നാമത്, ഓൺ വൺ ഹാൻഡ് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദ എൻവിറോൺമെൻറ്റ് ആസ് ആൻ ഐഡിയോളജിക്കൽ കൺസെപ്റ്റ്. ലിറ്ററേച്ചർ പ്രകൃതിനെ ഒരു പ്രത്യയശാസ്ത്രം മാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു ആശയം മാത്രമുള്ള ഒരു രീതിയായിട്ട് മാറ്റുന്നു. അങ്ങനെ മനുഷ്യൻ അവനിഷ്ടമുള്ള രീതിയിൽ അവൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് പ്രകൃതിനെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഒന്നാമത്തത്. മറ്റൊന്ന്, ഓൺ ദ അതർ ഹാൻഡ്, എൻവിറോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ഇമാജിനേഷൻ, പ്രകൃതി സാങ്കല്പികതയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ എൻവിറോൺമെൻ്റലായിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ളൊരു ബോധം, കോൺഷ്യസ്നെസ്സിന് ഇത് കാരണമാകുന്നു എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ദ എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ, തോറോ, നേച്ചർ റൈറ്റിംഗ് ആൻഡ് ഫോർമേഷൻ ഓഫ് അമേരിക്കൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ 1995 എഴുതിയ ബുക്കാണ്. ലോറൻസ് ബേൾ പോസിറ്റ്സ് ദാറ്റ്, അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിറ്റററി ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ എൻവിറോൺമെൻറ്റിന്, പ്രകൃതിക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഒരുപാട് റോൾ ഉണ്ടെന്നാണ് പറയുന്നത്, അതും പല രീതിയിൽ. ഹി അഡ്വക്കേറ്റ്സ് എ ന്യൂ വേ ഓഫ് റീഡിങ് ടെക്സ്റ്റ്. അദ്ദേഹം പറയുകയാണ് നമ്മളോട് പുതിയൊരു രീതിയിൽ ബുക്കുകൾ വായിക്കണം. അങ്ങനെ ഓരോ ബുക്കിലുള്ള പരിസ്ഥിതിപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള പരിസ്ഥിതിപരമായിട്ടുള്ള സാങ്കല്പികത അല്ലെങ്കിൽ സങ്കല്പം ട്രേസ് ചെയ്യാനായിട്ട് പറ്റണം എന്നും ലോറൻസ് ബ്യൂൾ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം 4 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തത്, ദ നോൺ ഹ്യൂമൻ എൻവിറോൺമെൻറ്റ് ഈസ് പ്രസൻറ്റ് നോട്ട് മിയർലി ആസ് ഫ്രെയിമിംഗ് ഡിവൈസ്. ഇവിടെ ഹ്യൂമൺ അല്ലാത്ത, നോൺ ഹ്യൂമൺ ആയിട്ടുള്ള, മനുഷ്യനില്ലാത്തതാണല്ലോ പ്രകൃതി. നോൺ ഹ്യൂമൺ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ഫ്രെയിമിംഗ് ഡിവൈസായിട്ട് മാത്രമല്ല, ബട്ട് ആസ് എ പ്രസൻസ് വിച്ച് സജസ്റ്റ് ദാറ്റ് ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തത്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ് ടു ബി ദ ഓൺലി ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ്. മനുഷ്യൻ്റെ ഇൻട്രസ്റ്റിന് മാത്രം എപ്പോഴും പ്രാധാന്യം കൊടുത്താൽ പോരാ. മനുഷ്യൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് നിയമപരമായ ഇൻട്രസ്റ്റ് എന്നൊരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്. മൂന്നാമത്തത്, ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി ടു ദ എൻവിറോൺമെൻറ്റ് ഈസ് പാർട്ട് ഓഫ് ടെക്സ്റ്റ് എത്തിക്കൽ ഓറിയൻറ്റേഷൻസ്. നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, സം സെൻസ് ഓഫ് എൻവിറോൺമെൻറ്റ് ഹാസ് എ പ്രോസസ് റാദർ ദാൻ ആസ് എ കോൺസ്റ്റൻറ്റ് ഓർ എ ഗിവിങ് ഈസ് അറ്റ്ലീസ്റ്റ് ഇംപ്ലിസിറ്റ് ഇൻ ദ ടെക്സ്റ്റ്. ചില പരിസ്ഥിതിനെ പറ്റിയുള്ള സെൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ട അറിവുകളാണ്, അല്ലാതെ വെറും ഒരു ടെക്സ്റ്റിൽ മാത്രം ആ സമയത്തേക്ക് മാത്രമല്ല എന്ന് കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ടതാണെന്നും കൂടെ പറയുന്നുണ്ട്. ബ്യൂവൽ പ്ലേസ് ആസ് സെൻട്രൽ ഇൻ ഹിസ് ഫോർമുലേഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ, പരിസ്ഥിതി സങ്കല്പം, അതിൽ പ്ലേസിന് ഒരു സെൻട്രൽ പ്ലേസ് ബ്യൂവൽ കൊടുക്കുന്നുണ്ട്. ദ നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ് ഓഫ് തോറോ ആൻഡ് അതേഴ്സ് ആർ പ്ലേസ് ക്രിയേറ്റേഴ്സ്. അദ്ദേഹം പറയുന്നത് തോറോൻ്റെ മറ്റുള്ളവരുടെയൊക്കെ നോൺ ഫിക്ഷണലായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് പ്ലേസ് ക്രിയേറ്റേഴ്സാണ്. ഹി സേസ് ദാറ്റ്, അദ്ദേഹം പറയുന്നു, എൻവിറോൺമെൻ്റലായിട്ടുള്ള ടെക്സ്റ്റുകൾ ദെൻ പ്രാക്ടീസ് റിസ്റ്റോറേഷനിസം ബൈ കോളിംഗ് പ്ലേസസ് ഇൻ ടു ബീയിങ്. That is not just by naming objects but by dramatizing in the process how they matter. His approach can be qualified as ecocentric. അദ്ദേഹത്തിൻ്റെ ഈ രീതിനെ എക്കോസെൻട്രിക് അല്ലെങ്കിൽ ബയോസെൻട്രിക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയാണ് ലോകത്തിൻ്റെ സെൻറ്റർ. അതിനാണ് അദ്ദേഹം അല്ലെങ്കിൽ എക്കോനാണ് അദ്ദേഹം സെൻറ്ററായിട്ട് കേന്ദ്രമായി കണ്ടിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ആന്ത്രോപോസെൻട്രിസത്തിന് എതിരായിട്ടുള്ള ഒരു രീതിയാണെന്നാണ് പറയുന്നത്. എന്താ ആന്ത്രോപോസെൻട്രിസം എന്ന് പറഞ്ഞാൽ? മനുഷ്യനെ ലോകത്തിൻ്റെ കേന്ദ്രമാക്കുക, മനുഷ്യനെ സെൻറ്ററാക്കുക, അതാണ് ആന്ത്രോപോസെൻട്രിസം. അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ പ്രകൃതിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. For this and for proposing a set of well-defined methodologies for environmental criticism, Buell's contribution can be termed as pioneering in the field.
ബ്യൂവലിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ ക്രിറ്റിസിസത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് വേണമെങ്കിൽ പറയാം. ബൈ ഡെവലപ്പിംഗ് എ ന്യൂ ഇമാജിനേഷൻ, ഒരു പുതിയൊരു സാങ്കല്പിക രീതി വികസിപ്പിച്ചെടുത്തു. ആൻഡ് സെൻസിബിലിറ്റി ഫോർ എൻവിറോൺമെൻറ്റൽ റൈറ്റിംഗ്, പ്രകൃതിയെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് എഴുതാനുള്ളൊരു ഇഷ്ടമുണ്ടാക്കി. ഹി എക്സാമിൻസ്, അദ്ദേഹം പരിശോധിക്കുകയാണ് ഹൗ ദ എൻവിറോൺമെൻറ്റ് ഈസ് ട്രീറ്റഡ് ആൻഡ് റെപ്രസെൻറ്റഡ് കൾച്ചറലി ആൻഡ് ഐഡിയോളജി ഇൻ ദ ലിറ്ററേച്ചർ. അദ്ദേഹം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് എങ്ങനെയാണ് പ്രകൃതിയെ പ്രത്യയശാസ്ത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും പ്രതിനിധീകരിക്കുന്നത് സാഹിത്യത്തിലെന്ന്. ദ പാസ്റ്ററൽ ഈസ് ടേക്കൺ ടു എക്സാംപ്ലിഫൈ ദ ഡ്യുവൽ നേച്ചർ ഓഫ് റെപ്രസെൻറ്റേഷൻ. രണ്ട് രീതിയിൽ നമുക്ക് പ്രതിനിധീകരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡ്യുവൽ നേച്ചർ രണ്ട് രീതിയിൽ, ഒന്ന് ഐഡിയോളജിക്കൽ, മറ്റൊന്ന് എക്കോ ക്രിറ്റിക്കൽ. ഒന്ന് ഐഡിയോളജിക്കലും മറ്റൊന്ന് എക്കോ ക്രിറ്റിക്കലും. He argues that, അദ്ദേഹം പറയുന്നു, it is imperative to cultivate a way of environmental or green reading of the text to ascertain the direct and actual relation between imagination and environment. Lasting contribution of Buell to environmental criticism is that he subjects non-fictional works to literary study. ലിറ്റററി സ്റ്റഡിയിൽ അദ്ദേഹം നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള വർക്ക്സുകൾ കൂടെ കൊണ്ടുവന്നു. ബ്യൂവൽ എക്സ്പ്ലോർസ് ദ ട്രഡീഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ. ബ്യൂവൽ തുറന്നു കാണിക്കാനായിട്ട് ശ്രമിച്ചു നോൺ ഫിക്ഷണലായിട്ടുള്ള, അതായത് നോവൽസ് ഒന്നും അല്ലാത്ത വർക്കുകളിൽ പോലും എങ്ങനെയാണ് എൻവിറോൺമെൻറ്റലായിട്ടുള്ള ഇമാജിനേഷനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ട്രഡീഷനെ കാണിക്കുന്നുള്ളത്, അത് എങ്ങനെയാണ് നോൺ ഫിക്ഷണൽ റൈറ്റിങ്സിൽ ആയിട്ടുള്ള റൈറ്റേഴ്സ്, അമേരിക്കൻ റൈറ്റേഴ്സായിട്ടുള്ള ഹെൻറി ഡേവിഡ് തോറോ, ആൽപ്പോ ലിയോപോൾഡ്, റേച്ചൽ കാർസൺ, എഡ്വേർഡ് എബേ, അതേഴ്സ്, ഇവരൊക്കെ എന്താണ് നോൺ ഫിക്ഷണൽ റൈറ്റിങ്സാണ് അല്ലെങ്കിൽ നോൺ ഫിക്ഷണൽ റൈറ്റേഴ്സാണ്. ഇങ്ങനെയുള്ളവരുടെ നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള റൈറ്റിങ്ങിൽ എങ്ങനെയാണ് എൻവിറോൺമെൻറ്റലായിട്ടുള്ള ഇമാജിനേഷൻ, അതിൻ്റെ പാരമ്പര്യമുള്ളത്, അതൊക്കെ തുറന്നു കാണിക്കാനും കണ്ടുപിടിക്കാനും ബ്യൂവൽ ശ്രമിച്ചു. ലോറൻസ് ബ്യൂവൽ ക്യാൻ ബി ട്രൂലി കോൾഡ് ആസ് ദ പയനീർ ഇൻ ദ ഫീൽഡ് ഓഫ് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ. അതുകൊണ്ട് തന്നെ ലോറൻസ് ബ്യൂവലിനെ നമുക്ക് ഒരു സംശയം കൂടാതെ പറയാം, അദ്ദേഹമാണ് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ്റെ തുടക്കക്കാരൻ എന്ന് നമുക്ക് പറയാമെന്നും പറയുന്നുണ്ട്. അടുത്തൊരു ടേമാണ് എന്ത്, എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. എക്കോ എന്ന് പറഞ്ഞാൽ എന്താ, പ്രകൃതി. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താ, സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്. ഇവിടെ നോക്കാം എക്കോ ഫെമിനിസം. എക്കോ ഫെമിനിസം എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രമാണ്, ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റാണ്. ബോൺ ഫ്രം ദ ബിലീവ് ദാറ്റ് ദ പാട്രിയാർക്കൽ സിസ്റ്റംസ് ഓഫ് ഡൊമിനേഷൻ and oppression of women are directly connected to the systems of domination and destruction of the environment. എങ്ങനെയാണ് എക്കോളജി, പ്രകൃതിയും ഫെമിനിസവും തമ്മിൽ കണക്റ്റഡ് ആവുന്നത്? ഫെമിനിസം എന്ന് പറയുന്നത് തുടക്കം തന്നെ എന്താണ്, പുരുഷ മേധാവിത്വമുള്ളൊരു സമൂഹത്തിൽ പുരുഷൻ സ്ത്രീനെ അടിച്ചമർത്തിയപ്പോഴാണ് ഫെമിനിസം വന്നത്. അതുപോലെ തന്നെ എക്കോളജിയുടെ പ്രശ്നം എന്താണ്, മനുഷ്യൻ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്യുന്നു, അടിച്ചമർത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ എക്കോളജിയും ഫെമിനിസവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തിട്ട് എക്കോ ഫെമിനിസം വരുന്നത്. അതാണ് പറയുന്നത് എക്കോ ഫെമിനിസം ഈസ് എ ഫിലോസഫി ആൻഡ് എ മൂവ്മെൻറ്റ് ബോൺ ഫ്രം, അത് തുടക്കം കുറിക്കുന്നത് എന്താ, ബിലീഫ് ദാറ്റ്, വിശ്വാസമാണ്, ദ പാട്രിയാർക്കൽ സിസ്റ്റം ഓഫ് ഡൊമിനേഷൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് വിമൻ ആർ ഡയറക്ട്ലി കണക്റ്റഡ്, ബന്ധമുണ്ട്, ടു ദ സിസ്റ്റംസ് ഓഫ് ഡൊമിനേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റ്, പ്രകൃതി പരിസ്ഥിതിയുടെ നാശവും പരിസ്ഥിതിനെ അടിച്ചമർത്തലുമായിട്ട് സ്ത്രീയുടെ ഈ ഒരു ഇതിന് ബന്ധമുണ്ട് എന്ന രീതിയിലാണ് എക്കോ ഫെമിനിസം വരുന്നത്. എക്കോ ഫെമിനിസ്റ്റ് ആർഗ്യൂ ദാറ്റ്, അവർ പറയുന്നു, ദർ ഈസ് എ സ്ട്രോങ് പാരലൽ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഓപ്പറേഷൻ ഓഫ് വിമൻ ഇൻ ദ ഫാമിലീസ് ആൻഡ് സൊസൈറ്റീസ് ആൻഡ് ദ ഡീഗ്രഡേഷൻ ഓഫ് ദ നേച്ചർ. സ്ത്രീനെ അടിച്ചമർത്തുന്നു, സ്ത്രീനെ ബുദ്ധിമുട്ടിക്കുന്നു, അതും അതേപോലെ തന്നെയാണ് പ്രകൃതിനെ നശിപ്പിക്കുന്നതും എന്നാണ് അവർ എക്കോ ഫെമിനിസ്റ്റുകൾ പറയുന്നത്. ബോത്ത് ആർ ഡൺ ബൈ മാൻ, രണ്ടും ചെയ്യുന്നത് പുരുഷന്മാരാണെന്ന് അവർ പറയുന്നു. എക്കോ ഫെമിനിസ്റ്റ് ഓൾസോ പോസിറ്റ് ദാറ്റ്, എക്കോ ഫെമിനിസ്റ്റുകൾ പറയുകയാണ്, മാൻ ഇൻഡ്യൂസ്ഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, മനുഷ്യനായി ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ എക്കോസിസ്റ്റം, പരിസ്ഥിതിയുടെ ഡിസ്ട്രക്ഷൻ, നാശം, ആൻഡ് എൻവിറോൺമെൻറ്റ്, പ്രകൃതിയുടെ നാശം, ലീഡ്സ് ടു, എന്തിന് കാരണമാകുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനചലനം, പോവർട്ടി, ദാരിദ്ര്യം, ഇറോഷൻ ഓഫ് ലൈവ്ലിഹുഡ്, മൊത്തം ജീവിതം തന്നെ ഒലിച്ചു പോവുകയാണ്, ആൻഡ് റിസോഴ്സസ് വിച്ച് എഫക്റ്റ് വിമൻ മോർ ദാൻ മെൻ, ഇത് ഏറ്റവും കൂടുതൽ ആരെ ബാധിക്കുക, സ്ത്രീനെയാണ് പുരുഷനേക്കാളും. കാരണം പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, പുരുഷ മേധാവിത്വമുള്ള സൊസൈറ്റിയിൽ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീയെ ബാധിക്കുന്നു അവർ പറയുകയാണ്. ഇൻ
എക്കോ ഫെമിനിസം ഒരു വർക്കിൻ്റെ പേരാണ്. 1993 എഴുതിയൊരു വർക്കാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. മരിയ മൈസ് ആൻഡ് വന്ദന ശിവ രണ്ടുപേരും പറയുന്നുണ്ട്. സെയ്സ് ദാറ്റ് പറയുന്നു, എക്കോ ഫെമിനിസം എ ന്യൂ ടേം ഫോർ ആൻ ഏൻഷ്യൻറ്റ് വിസ്ഡം, ഒരു പുതിയ ഒരു ടേമാണ് വിവേകം കിട്ടാൻ. ഗ്രൂ ഔട്ട് ഓഫ് എന്തിൽ നിന്നാണ് എക്കോ ഫെമിനിസം വന്നത്? ഫെമിനിസ്റ്റിൽ നിന്ന്. ദെൻ പീസ് ആൻഡ് എക്കോളജിക്കൽ മൂവ്മെൻറ്റ്, സമാധാനം പ്രകൃതി സംരക്ഷണം ആവശ്യപ്പെട്ട മൂവ്മെൻറ്റുകളിൽ നിന്നൊക്കെയാണ് ഇത് വന്നത് എന്ന് പറയുന്നു. ഓഫ് 1970s ആൻഡ് 80s. അക്കോർഡിംഗ് ടു ദം, അവരുടെ അഭിപ്രായത്തിൽ, ഈവൻ ദ ടേം വാസ് കോയിൻഡ് ബൈ, ഈ ഒരു ടേം എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞ ടേം ആരാ കൊണ്ടുവന്നത്? ഫ്രാൻകോയിസ് ഡി ആവ്ബോൺ ആണ് എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നത്. 1974 ഇത് കൊണ്ടുവന്നത്. പക്ഷെ ഇത് കുറച്ചും കൂടെ പോപ്പുലർ ആവുന്നത് കുറേ കൂടെ പ്രൊട്ടസ്റ്റുകൾ, എതിർപ്പുകൾ വന്നപ്പോഴാണ്, ഉയർത്തെഴുന്നേറ്റ് എതിർപ്പുകൾ വന്നപ്പോഴാണ്. എന്തുകൊണ്ട് എതിർപ്പുകൾ വരാൻ കാരണം? ഡ്യൂ ടു മെനി എക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതിയിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കൂടുതലായിട്ട് വന്നതെന്ന് പറയാണ്. ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 Mile ഐലൻഡ്, ഭോപ്പാൽ ആൻഡ് ചെർണോബൈൽ, ഇതൊക്കെയാണ്. This stream of thought basically emerges from the idea that both women and nature are equally suppressed. എക്കോഫെമിനിസം എന്നുള്ള ഒരു ഐഡിയ ഒരുമിച്ച് വരാൻ കാരണം ഇത് വിശ്വസിക്കുകയാണ്, ഒരേ സമയം സ്ത്രീയും അതേപോലെ തന്നെ പ്രകൃതിയും അടിച്ചമർത്തപ്പെടുന്നു പുരുഷൻ്റെ കൈകളിൽ നിന്ന്. ഇതിൽ നിന്നാണ് എക്കോഫെമിനിസം വരാനായിട്ട് കാരണമായത്. ഈ എക്കോഫെമിനിസത്തിൻ്റെ സെൻട്രൽ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൽ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഹാസ് ലീഡ് ടു ഡൊമിനേറ്റഡ് കൾച്ചർ. പുരുഷൻ ഈ ഭൂമിയുടെ അവകാശിയായപ്പോൾ അതാണ് മേധാവിത്വമുള്ള ഒരു സംസ്കാരത്തിലേക്ക് നയിച്ചതെന്നാണ്. വിച്ച് ഈസ് ക്ലിയർലി സീൻ ഇൻ ദ പ്രോസസ്സസ് ലൈക്ക് ഓവർ ഗ്രേസിങ്, ഓവറായിട്ട് ഗ്രേസ് ചെയ്യുക, ഫാമേഴ്സിന്, കൃഷിക്കാരെ എന്താ പറയുക, ചൂഷണം ചെയ്യുക. ഇൻ വിച്ച് എനിമൽസ് ആൻഡ് ലാൻഡ് ആർ വ്യൂഡ്, പ്രകൃതി അതുപോലെ തന്നെ ഭൂമി അതുപോലെ മൃഗങ്ങളെ ഒക്കെ ഒരു എന്താ പറയുക പൈസ ഉണ്ടാക്കാനുള്ള മാത്രം സോഴ്സസ് ആയിട്ട് കാണുക. ദ ഡിഗ്രഡേഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ നാശം വിൽ ഓൾവേസ് കോൺട്രിബ്യൂട്ട് ടു ദ ഡിഗ്രഡേഷൻ ഓഫ് വുമൺ, അത് സ്ത്രീയുടെ നാശം കൂടി തന്നെ ആണ് എന്ന് പറയുന്നു. മാൻ ഹാസ് ഓൾവേസ് കൺസിഡർഡ് ബോത്ത് വിമൻ ആൻഡ് നേച്ചർ, പുരുഷൻ്റെ കണ്ണിൽ പുരുഷനെ എപ്പോഴും പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് സ്ത്രീനെയും പ്രകൃതിനെയും സൈലൻ്റ് ആയിട്ട് ആളുകളായിട്ടാണ്, പാസീവ്, ഒരു ആക്റ്റീവ് അല്ലാത്ത ഒബ്ജക്ട്സ് ആയിട്ടാണ്. ആൻഡ് ദെർഫോർ, അതുകൊണ്ട് ഹാസ് യൂസ്ഡ് ബോത്ത് ടു സെർവ് ഹിസ് സെൽഫിഷ് ഇൻട്രസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയായാലും സ്ത്രീയായാലും ശരി പുരുഷൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്നവർ ആഗ്രഹിക്കുകയാണ്. ദെർഫോർ ദ അൺപ്രൊഡക്റ്റീവ് എൻറ്റിറ്റി, ഒരു ഗുണമില്ലാത്തതാണെങ്കിൽ, വെദർ ലാൻഡ്, പുരുഷനൊരു ഗുണമില്ലാത്തതാണെങ്കിൽ, അത് പ്രകൃതി ആയിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു അല്ലെങ്കിൽ വിറ്റ് കളയുകയാണ് ചെയ്യുന്നത്. മെനി ഏർലി ഫെമിനിസ്റ്റ്, പണ്ടുണ്ടായിരുന്ന ഫെമിനിസ്റ്റ്, ഹാസ് യൂസ് ദ ബൈനറി ഓഫ് നേച്ചർ കൾച്ചർ ടു ഐഡൻറ്റിറ്റി വിമൻ വിത്ത് നേച്ചർ ആൻഡ് മെൻ വിത്ത് കൾച്ചർ. ബോത്ത് വിമൻ ആൻഡ് നേച്ചർ ആർ കണക്റ്റഡ് വിത്ത് റീജനറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. രണ്ടും എന്തുതന്നെയാണ്? ഉൽപ്പാദനം, പ്രത്യുൽപാദനം, പുതിയ തലമുറനെ ഉണ്ടാക്കാനാണ് രണ്ടും ബന്ധപ്പെട്ടുള്ളത്, പ്രകൃതിയായാലും സ്ത്രീയായാലും. ഇനി മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ക്രിറ്റിക് ദിസ് ടെൻസ്, സെയിങ് ദാറ്റ് ദിസ് ടെൻസ് ഈസ് എ പാട്രിയാർക്കൽ ടൂൾ ഓഫ് ഒപ്രഷൻ. Man has also taken the initiative to make humanity forget that there is a mystical connection between him and nature, and has also forgotten that destroying nature is equal to destroying women. ചായ ഡാറ്റ എന്യൂമറേറ്റ്സ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് എക്കോഫെമിനിസം. ഈ എക്കോഫെമിനിസത്തിൻ്റെ തന്നെ പല പല ശാഖകളെ പറ്റിയിട്ട് ചായ ഡാറ്റർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എക്കോഫെമിനിസത്തിൻ്റെ പല പല ശാഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിബറൽ എക്കോഫെമിനിസം, കൾച്ചറൽ എക്കോഫെമിനിസം, സോഷ്യൽ എക്കോഫെമിനിസം ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോഫെമിനിസം. ഇതിൻ്റെ പല പല ശാഖകളെ പറ്റിയിട്ട് ചായ ദത്തർ പറയുന്നുണ്ട് അവരുടെ ബുക്കായിട്ടുള്ള എക്കോഫെമിനിസം റിവിസിറ്റഡ് എന്ന് പറഞ്ഞ ബുക്കിൽ. 2011 എഴുതിയ ബുക്കാണത്. ഇനി ലിബറൽ എക്കോഫെമിനിസ്റ്റ് ബിലീവ് ദാറ്റ് എക്കോളജിക്കൽ ക്രൈസിസ്, ഈ ലിബറൽ എക്കോഫെമിനിസ്റ്റുകൾ വിശ്വസിക്കുന്നത് പ്രകൃതിയിലെ പ്രശ്നങ്ങൾ, എക്കോളജിക്കൽ ക്രൈസിസ് വരാൻ കാരണം ഈ ഒരു വികസനവുമായിട്ട്, പ്രോബ്ലംസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെൻ ആൻഡ് വിമൻ ക്യാൻ ജോയിൻ്റ്ലി വർക്ക് ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പറയാൻ കാരണം, ഈ എക്കോളജിക്കൽ ക്രൈസിസ് വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെയാണ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജോയിൻ്റായിട്ട് വർക്ക് ചെയ്ത് തന്നെ പ്രകൃതിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം കൾച്ചറൽ എക്കോഫെമിനിസം ഓഫൺ ഇക്വേറ്റ്സ്
അവരെന്താ പറയുന്നത്, ഒരേപോലെ നേച്ചറും പ്രകൃതിയും തമ്മിൽ ഒരേപോലെ ബന്ധമുണ്ട്, ഇക്വേറ്റ് ചെയ്യാണ്. ആൻഡ് അഡ്വക്കേറ്റ്സ് ഗോഡസ് വർഷിപ്പ്, പ്രകൃതി ദൈവങ്ങളെ നമുക്ക് വർഷിപ്പ് ചെയ്യാം. ആൻഡ് പ്രകൃതിയിലൊരു ദൈവികതയുണ്ട്, പ്രകൃതിനെ നമുക്ക് ആരാധിക്കാമെന്നവർ പറയാണ്. സോഷ്യൽ എക്കോ ഫെമിനിസം ആർഗ്യൂസ് ദാറ്റ്, അവർ പറയുന്നത് ഐഡിയ ഓഫ് ഡൊമിനേഷൻ ഓഫ് നേച്ചർ, പ്രകൃതിനെ ഭരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഭരിക്കുന്ന പണ്ടേ തൊട്ടുള്ള സമൂഹത്തിലെ രീതി തന്നെയാണെന്നാണ് പറയണത്. ഇറ്റ് അഡ്വക്കേറ്റ്സ് റേഷണാലിറ്റി ഇൻ അപ്രോച്ച്, ഇതിൽ എന്ത് ന്യായമാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്രോച്ച് ടു നേച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ബയോളജിക്കൽ ഡിറ്റർമിനിസം പ്രൊപ്പൗണ്ടഡ് ബൈ ദ കൾച്ചറൽ എക്കോ ഫെമിനിസ്റ്റ്. ഈ സോഷ്യൽ എക്കോ ഫെമിനിസ്റ്റ് സീ നേച്ചർ ആസ് ആൻ ആക്റ്റീവ് സബ്ജക്റ്റ്. സോഷ്യൽ എക്കോ ഫെമിനിസ്റ്റുകളുടെ കണ്ണിൽ പ്രകൃതി എന്ന് പറയുന്നത് ഒരു ആക്റ്റീവായിട്ടുള്ള സബ്ജക്റ്റാണ്, ലൈക്ക് ഹ്യൂമൻസ്, മനുഷ്യനെ പോലെ തന്നെ, ആൻഡ് സീക്ക് ടു എസ്റ്റാബ്ലിഷ് സസ്റ്റൈനബിൾ റിലേഷൻസ് ബിറ്റ്വീൻ ദ ടു. അടുത്തൊരു ടോപ്പിക് ഇതിൽ വരുന്നത്, ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു ബുക്കിൻ്റെ ലിറ്റററി തിയറി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ 5th സെമ്മിലെ ബുക്കിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ആന്ത്രോപോസെൻട്രിസം. അത് വേറൊന്നുമല്ല, യൂണിവേഴ്സിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബിന്ദുവായിട്ട് മനുഷ്യനാണ്, ഏറ്റവും വലുത് മനുഷ്യനാണ്, അവനെ പ്ലേസ് ചെയ്യുന്നതാണ് ആന്ത്രോപോസെൻട്രിസം എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നത് ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ ദ ഓൺലി പൊസസേഴ്സ് ഓഫ് ഓൾ എസെൻഷ്യൽ ക്വാളിറ്റീസ്. എല്ലാ മൂല്യമുള്ള ഭൂമിയിൽ ഒരേ ഒരു വസ്തു മനുഷ്യനാണെന്നാണ് അവർ വിശ്വസിച്ചത്. നോൺ ഹ്യൂമൻ ഓർഗാനിസം ഷുഡ് സെർവ്, അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാവരും വർക്ക് ചെയ്യണമെന്നവർ പറയുകയാണ്. ആന്ത്രോപോസെൻട്രിസം എന്ന് പറയുന്നത് ഫിലോസഫിയാണ്. അത് നമുക്ക് ജീവിതത്തിൽ എല്ലാ ഇതിലും കാണാനായിട്ട് പറ്റും. പക്ഷേ ഇത് കൂടുതലും എക്കോളജിക്കൽ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലാണ് ഇത് കാണാനായിട്ട് പറ്റുക. ഇത് ബയോസെൻട്രിസിന് എതിരാണ്. ബയോസെൻട്രിസിസം എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിയുടെ സെൻറ്റർ പ്രകൃതി. ആന്ത്രോപോസെൻട്രിസിസം എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിയുടെ സെൻറ്റർ മനുഷ്യൻ. ഇതൊരു ബയോസെൻട്രിസിന് വ്യത്യാസമാണ്. ബയോസെൻട്രിസിസം എന്താ ചെയ്യുന്നത്, സീസ് നേച്ചർ ഓർ ബയോസ്ഫിയർ ആസ് സെൻട്രലായിട്ട് നേച്ചറിനെ അല്ലെങ്കിൽ ബയോസ്ഫിയറിനെ കാണുന്നു. ഇനി എക്കോസെൻട്രിസിസം ടേക്സ് എ കോൺസിലേറ്ററി അപ്രോച്ച്, ഒരു കോൺസിലറേറ്ററി അപ്രോച്ചാണ്. This assumes the biocentric approach and at the same time allows for human privileges over other organisms for their existence. ഇനി anthropocentrism is offspring of Western philosophy and religion. അതിൽ നിന്ന് വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ദ എൻലൈറ്റ്മെൻറ്റ് വാല്യൂസ്, നവോത്ഥാന മൂല്യങ്ങൾ, ആൻഡ് ടെനൻസ് ഓഫ് ലിബറൽ ഹ്യൂമാനിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഹാവ് ഫോർട്ടിഫൈഡ് ദ സെൻട്രാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. ഇതൊക്കെ കൂടിയപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ, പാശ്ചാത്യ ലോകത്ത് മനുഷ്യനായി ഏറ്റവും വലിയ സെൻറ്റർ. ദോസ് ഹു അപ്ഹോൾഡ് ദ ആന്ത്രോപോസെൻട്രിക് പെർസ്പെക്റ്റീവ്, ഈ ഒരു കാഴ്ചപ്പാട് എടുക്കുന്നവർ, അതായത് മനുഷ്യനാണ് ഭൂമിയിലെ സെൻറ്റർ, പ്രകൃതിയുടെ സെൻറ്റർ എന്ന് വിശ്വസിക്കുന്നവർ, റെക്കഗ്നൈസ്ഡ്, തിരിച്ചറിയുന്നു ഹ്യൂമൻ ബീയിങ്സ് ആസ് ദ എപ്പിറ്റോം ഓഫ് ദ റീസൺ, എല്ലാത്തിനും കാരണം ഹ്യൂമൻ ബീയിങ്സ് ആണ്, ആൻഡ് പൈനിയർ ഓഫ് പ്രോഗ്രസ്, പുരോഗതിയുടെ തുടക്കക്കാരനും. ആന്ത്രോപോസെൻട്രിസിസം പോണ്ടേഴ്സ് ഓവർ ദ എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ്റെ വലിയൊരു പൊസിഷനെയാണ് അവിടെ പറയുന്നത് ഇൻ എവല്യൂഷണറി പ്രോഗ്രഷൻ. ഇറ്റ് ഓൾസോ പോസിറ്റ്സ് ദാറ്റ്, അത് പറയുകയാണ് ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എ ഹയർ ഇൻട്രിൻസിക് വാല്യൂ, അതിൻ്റെ ഉള്ളിൽ വലിയൊരു മൂല്യമുണ്ട് ദാൻ ഓൾ അതർ സ്പീഷീസ്, മറ്റെന്ത് സ്പീഷീസിനേക്കാളും. ആന്ത്രോപോസെൻട്രിസിസം ഹാസ് സെർവ്ഡ് ആൻ ഐഡിയോളജിക്കൽ അണ്ടർപിന്നിങ് ഫോർ ദ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ദ വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ ഡെമോക്രസീസ്. ദസ് ഹ്യൂമൻ എവറൈസ് ഹാസ് കോസ്ഡ് മാസീവ് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പറയണം മനുഷ്യൻ്റെ ഈ ഒരു അധികാര മനോഭാവം നമ്മുടെ പ്രകൃതി നാശത്തിന് കാരണമാകുകയാണ്. പ്രകൃതിയിലെ റിസോഴ്സസ് നശിക്കുന്നു, വൈൽഡ് ലൈഫ്, ജൈവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി, ആൻഡ് കോസ്റ്റ് ഇമ്മൻസ് ഹാർഡ്ഷിപ്പ് ടു ദ സർവൈവിങ്. ബാക്കിയുള്ള ഓർഗാനിസത്തിനൊക്കെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവാണ് മനുഷ്യൻ്റെ ഈ ഒരു ഇതുകൊണ്ട്, ഇൻക്ലൂഡിങ് മെൻ ആൻഡ് വിമൻ ഓഫ് ദ തേർഡ് വേൾഡ് കൺട്രിയിലെ പുരുഷനും സ്ത്രീക്ക് പോലും ഇതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരികയാണ്. ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ആന്ത്രോപോസെൻട്രിക് വേൾഡ് ഓർഡർ, ഇങ്ങനെയുള്ള മനുഷ്യനാണ് ഏറ്റവും സെൻറ്റർ, അവൻ്റെ അധികാരത്തിനുള്ള രീതിയിൽ വരുമ്പോൾ, അങ്ങനെ ഒരു വേൾഡ് ഓർഡർ വരുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ, നാശങ്ങൾ എന്ന് പറയുന്നത് ഹാവ് ലെഡ് ടു എ കൊളോസൽ എൻവിറോൺമെൻറ്റൽ ക്രൈസിസ്, മൊത്തം രീതിയിലൊരു പ്രകൃതി നാശമാണ്. എക്കോ ക്രിറ്റിസിസം ഇൻകോപ്പറേറ്റ് പ്രാക്സിസ് ടു, അതും കാണാൻ പറ്റും, എക്സോട്ടിങ് ഹ്യൂമാനിറ്റി ഫർദർ എൻവിറോൺമെൻറ്റൽ കൺസർവേഷനിലേക്ക് എത്തിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇതിൽ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വായിക്കുക. അടുത്ത ക്ലാസ്സിൽ തൊട്ട് നമുക്ക് ഇന്ത്യ റൈറ്റിംഗ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.